എന്ത് നിന്റെ ഫുഡ് വൗച്ചേഴ്സ് ഒക്കെ തീർന്ന? ഞാൻ നിന്നെ കാണുമ്പോൾ റൊമാൻസ്. ഓ, ഒരു ആപത് ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ നീ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നീ തന്ന ഫുഡ് വൗച്ചേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണോ? ഇത് കണ്ടോ, എംപ്ലോയി ഓഫ് ദ മന്തിൽ എന്നെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വോട്ട് ചെയ്യാൻ സാധ്യമില്ലാത്ത എല്ലാ തെണ്ടുകൾക്കെതിരെ ഞാൻ സ്പാം അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ചെയ്തു തന്ന സഹായത്തിന് ഒരു ചെറിയ നന്ദി പറയാൻ ഞാൻ വന്നു. ഇത് നമ്മുടെ ഉമ്മറല്ലേ? ഇവൻ ജീവിച്ചിരിപ്പുണ്ടാ? ഇതാരാ? അതൊക്കെ പറയാം. നിന്നെ തോൽപ്പിക്കാൻ ഒരു കിടിലൻ ഐഡിയ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഞാൻ. എന്നെ തോൽപ്പിക്കാനാ? ഒരു പുതിയ ഫീച്ചറാ, ഷുവർ ഷോട്ട് ഹിറ്റ് ആയിരിക്കും. എഡിറ്റർ വരെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയൊരു ഐഡിയ. എന്താ? ഹിഡൻ ബാംഗ്ലൂർ നമ്മുടെ സിറ്റി സപ്ലിമെന്റിൽ തുടങ്ങാൻ പറ്റിയൊരു കോൺടെസ്റ്റാണ്. ബാംഗ്ലൂരിൽ അധികം ഫേമസ് അല്ലാത്ത ചില സ്ഥലങ്ങളുടെ ഫോട്ടോസ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. ഇത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്ന റീഡേഴ്സിൽ നിന്നും ഒരു വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യും. എങ്ങനെയുണ്ട്? ഏതായാലും എൻ്റെ ജോലി നിനക്ക് കിട്ടി. അപ്പോൾ ഈ ഐഡിയ നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഇവരുടെ ഫേസ് ഒക്കെ ബ്ലർ ചെയ്തിട്ടാൽ മതി. സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ അയച്ചുതരാം. ഇതായിരുന്നു നിന്റെ കിടിലൻ തോട്ട് ആദ്യം നീ പറഞ്ഞപ്പം, അല്ല? പിന്നെ നിന്റെ ഒരു IQ ലെവലിൽ വെച്ച് ഇത് തന്നെ കൂടുതലാ. കുഴപ്പമില്ല, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. സബ് എഡിറ്ററോട് ഞാൻ കാര്യം പറഞ്ഞിരുന്നു. ആൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. നീ എഡിറ്ററെ കൂടി ഒന്ന് കൺവിൻസ് ചെയ്യും. എംപ്ലോയി ഓഫ് ദി മന്ത് നീ തന്നെ രോമാഞ്ചേ. അപ്പം ഇറങ്ങട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനൊരു മണ്ടൻ. നീ അയാളെ വരച്ചുകൊണ്ട് ഇവിടെ ഇരുന്നു. ഒരു ദിവസം ഞാൻ അത് കൂടി പെറുക്കി ഒബാമയ്ക്ക് അയച്ചു കൊടുക്കും. ഒബാമ FBIക്ക് കൊട്ടേഷൻ കൊടുക്കും നിന്നെ തട്ടിക്കളയാൻ. ഏതാ ഈ പെണ്ണ്? ഇതാരാ? അത് ആരെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താ? ഗെയിം നോക്കാൻ വന്നാൽ ഗെയിം നോക്കിയാൽ മതി. ഇത് നമ്മുടെ പിങ്കി ആൻറ്റിയുടെ വീടിൻ്റെ അടുത്തുള്ള കഫേ അല്ലേ? എന്താ പറഞ്ഞ? പിങ്കി ആൻറ്റിയോ? ഏത് പിങ്കി ആൻറ്റി? കഫേ അറിയാം നിനക്ക്? ഞങ്ങളുടെ കോളേജിനടുത്താ. ഓണർ ഒരു മുരടനാ.